നാൻത പെരിയ അറിവാളി. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ഞാനല്ല, മൈത്രേയൻ. ഒരിക്കൽ അടുത്ത ബുദ്ധനാകാൻ ഇറങ്ങി പുറപ്പെട്ട് കേവലം ഒരു വോക്കായി മാത്രം മാറിയ ഒരാളാണ് ഈ കാലത്ത് മൈത്രേയൻ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അറിവുകളെയോ ഉത്തമ ബോധ്യങ്ങളെയോ അല്ല നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, മറിച്ച് അറിവില്ലായ്മയാണ്. ഞാൻ പറയുന്നത് കേട്ട് പഠിക്കൂ എന്ന അഹങ്കാരത്തെയാണ്. നിങ്ങൾക്ക് ഇതിൽ വിവരമില്ല, നാൻത പെരിയ അറിവാളി. അവിടെയാണ് പ്രശ്നം. കമ്മിങ് ടു ദ പോയിന്റ്. ജനകീയ കോടതിയിലെ മൈത്രേയൻ ഹാഷ്മി രാഹുൽ ഈശ്വർ മല്ലയുദ്ധം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവെക്കാം. അപ്പീൽ ടു ട്രഡീഷൻ. ഹാഷ്മി മൈത്രേയനോട് പറഞ്ഞ പാരമ്പര്യവാദം. കഞ്ചാവ് ഇവിടെ മാടക്കടയിൽ കിട്ടുമായിരുന്നു പണ്ടേ. ആഡ് ഹോമിനം. ഒരു ആശയത്തെ എതിർക്കാതെ ആശയം ഉന്നയിക്കുന്ന വ്യക്തിയെ അവഹേളിക്കും. തനിക്ക് ഈ വിഷയം അറിയില്ല, താൻ എന്നെ കേട്ട് പഠിക്കൂ. സ്ലിപ്പറി സ്ലോ. ഒരു ചെറുതായി തോന്നുന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ തുടർച്ചയായി ദോഷകരമായ വസ്തുതകളുടെ ശൃംഖല തന്നെ ഉണ്ടാകാമെന്ന വാദം. ചാരായം നിരോധിച്ചപ്പോൾ ഞാൻ AK ആന്റണിക്ക് എഴുതി, കേരളം ഇങ്ങനെയാകുന്നു. റെഡ് ഹെറിംഗ്. തർക്കത്തിൽ മുഖ്യ വിഷയം ഉപേക്ഷിച്ച് അനാവശ്യമായ മറ്റൊരു വിഷയം വലിച്ചിടൽ. അതിപ്പോ യുദ്ധ കാരണം ആളുകൾ മരിക്കുന്നില്ല, വാഹനാപകടങ്ങൾ മയക്കുമരുന്നിനേക്കാൾ മനുഷ്യരെ കൊല്ലുന്നില്ല. ആരെ വാ. ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? ഇത്തരത്തിൽ ന്യായവൈകല്യങ്ങളെ കൂട്ടുപിടിച്ച് ആളുകളുടെ കയ്യടി നേടുകയായിരുന്നില്ലേ ഈ ചർച്ചയിൽ മൈത്രേയൻ പലപ്പോഴും. ഇനി നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. സിന്തറ്റിക് ഡ്രഗ്സിന്റെ റെഗുലേഷൻ, അതായത് മനുഷ്യനിർമ്മിത രാസ ലഹരിയുടെ നിയന്ത്രണം. അതിനായി നമുക്ക് ഈ ലഹരി വസ്തുക്കളെ അതിന്റെ ഫാർമക്കോളജിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് തരംതിരിക്കാം. ഐ മീൻ ഔഷധശാസ്ത്രം. ഒരു കാര്യം കൂടി കേട്ടോ, ഡ്രഗ്സ് എന്നാൽ മരുന്ന് അല്ലെങ്കിൽ ഔഷധം എന്ന അർത്ഥത്തിൽ എടുക്കരുത്. മറിച്ച് മനുഷ്യ ശരീരത്തിലെത്തിയാൽ ശാരീരികമായോ മാനസികമായോ അതുമല്ലെങ്കിൽ ഈ രണ്ട് തരത്തിലുമോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ, അങ്ങനെ വേണം എടുക്കാൻ. ഇനി നമുക്ക് ഈ ലഹരി വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. സ്റ്റിമുലൻസ് അഥവാ ഉത്തേജക വസ്തുക്കൾ. ഉദാഹരണം കൊക്കൈൻ, മെത്താംഫെറ്റമിൻ, ആംഫെറ്റമിൻ, നിക്കോട്ടിൻ, കഫീൻ മുതലായവയെ എടുക്കാം. ഇവയെല്ലാം തന്നെ സ്റ്റിമുലൻസ് വിഭാഗത്തിൽ പെടുന്നവയാണ്. നോക്കൂ, ഒരേ വിഭാഗത്തിൽ വരുന്ന ഡ്രഗ്സ് ആണിവ. കേൾക്കുമ്പോൾ തന്നെ ഇവ ഒരേ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നവയല്ല എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നില്ലേ? കാപ്പി കുടിക്കുന്ന പോലെ അല്ല പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതുണ്ടാകുന്ന ദോഷങ്ങളും വ്യത്യസ്തമാണ്. പറയുമ്പോൾ H2O പോലെ ഇതും കെമിക്കലാണ്, പക്ഷെ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റില്ലെന്ന് മാത്രം. നോക്കൂ, ഓരോ ഡ്രഗ്സും ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്ത് ചിലതിനെ റെഗുലേറ്റ് ചെയ്യുന്നു, ചിലതിനെ പ്രിസ്ക്രൈബ് മെഡിസിനായി ഉപയോഗിക്കുന്നു, ചിലതിനെ മാരക ലഹരിയായി പ്രഖ്യാപിക്കുന്നു. മാരകമായതിനെ എങ്ങനെയാണ് ചോയ്സ് ആക്കാൻ പറ്റുന്നത് മിസ്റ്റർ മൈത്രേയൻ? ഇനി നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡിപ്രസൻസ് അഥവാ നാഡീ വ്യവസ്ഥയെ മന്ദീഭവിപ്പിക്കുന്നവ. ഉദാഹരണം ആൽക്കഹോൾ. ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, അതായത് നമ്മുടെ രണ്ടെണ്ണം അടിച്ചാൽ കൈവിറയ്ക്കുന്നത്. വിഡ്രോവൽ റിസ്ക്, സാധനം കിട്ടിയില്ലേ വയലന്റ് ആകുന്നത് ആണ് പ്രധാന പ്രശ്നങ്ങൾ ചിലത്. നമ്മുടെ നാട്ടിലെ വാറ്റ് കേന്ദ്രങ്ങളിൽ അശാസ്ത്രീയവും അപക്വവുമായ രീതിയിലായിരുന്നു വാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിനോടൊപ്പം മെത്തനോളും ചേർന്ന മിശ്രിതമായിരുന്നു കിട്ടിയിരുന്നത്. കൂടെ ചില ദോഷകരമായ ഹെവി കോമ്പൗണ്ട്സ്. ഇത്തരത്തിൽ വിൽക്കപ്പെടുന്നവയ്ക്ക് ടാക്സും അടയ്ക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ചാരായം നിരോധിച്ചത്. വിഷമദ്യം സുലഭമായിരുന്നെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ രാസലഹരി ഉപയോഗം കുറയുന്നത്? മൈത്രേയന്റെ പഴയ ആ കത്ത് പുറത്തുവിടണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നോക്കാം. ഹാലൂസിനോജൻസ്, ഡിസോസിയേറ്റീവ് ആൻഡ് സൈക്കഡലിക്
ഈ 2 തരത്തിലും ഹാലൂസിനോജൻസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ചിത്തഭ്രമങ്ങൾ ഉണ്ടാക്കുന്ന ലഹരി വസ്തുവായി നമുക്ക് കണക്കാക്കാം. ഉദാഹരണമായി ഏഞ്ചൽ ഡസ്റ്റ്, LSD, MDMA പോലുള്ളവ. നോക്കൂ, മനുഷ്യനിൽ ഡെലീറിയം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ചിത്തഭ്രമം ഉണ്ടാക്കുന്ന കോഗ്നിറ്റീവ് എബിലിറ്റിയെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രഗ്സുകളെ നിരോധിക്കാതെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെയാണ് അമ്മമാരെ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വയലൻസ് പ്രാധാന്യമർഹിക്കുന്നത്. അമ്മയാണെന്നോ മറ്റൊരു മനുഷ്യനാണെന്നോ മനസ്സിലാക്കാത്ത തരത്തിൽ ഒരാളെ ഉന്മാദാവസ്ഥയിലോ സംഭ്രമാവസ്ഥയിലോ എത്തിക്കുന്ന ഡ്രഗ്സുകളെ കഞ്ചാവിനോട് ഉപമിക്കുന്ന മൈത്രേയ നിൻമുഖം വിളങ്ങുന്നു സതീഷ് ചന്ദ്രനെ പോലെ. അയ്യോ, ഒരു കാര്യം കൂടി ഉള്ളത്, യുദ്ധമുണ്ടാകാത്തത് അതിർത്തികൾ ഇല്ലാതായത് കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ ഭരണഘടന ഉള്ളത് കൊണ്ട് കൂടിയാണ്. ഭാരതം ഒറ്റ സംയുക്ത രാഷ്ട്രമായി അതിന്റെ ഭൂപരമായ ഏകതയും അഖണ്ഡതയും ഉറപ്പുവരുത്തും. ഈ ആശയം ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിന്ന് പോകുന്നത്. അത് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ജനങ്ങൾ ഉണ്ടായത് കൊണ്ട് കൂടിയാണ്. അവിടെയാണ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ഉണ്ടാവേണ്ടത്. നിങ്ങൾ പുച്ഛിച്ച രാജ്യസ്നേഹികൾ സൃഷ്ടിച്ച സമാധാനം കൂടിയാണത് കേട്ടോ. മൈത്രേയ, നിങ്ങളൊരു അനാർക്കിസ്റ്റ് കൂടിയാണോ? അരാജകവാദികൾ ഫ്രീ മാർക്കറ്റിനെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ.